ഈ വീഡിയോയിൽ ഇന്ത്യയിലുള്ള കുറച്ച് വാർത്തകളും അതേപോലെ തന്നെ റഷ്യ ഇന്ത്യ ആ ഒരു 23rd സബ്മിറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡെവലപ്മെൻറ്റ്സുകൾ ഇതെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം തന്നെ എച്ച് ഐ എൽ നമ്മളുടെ തേജാസ് ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ടുള്ള 5ാമത്തെ എഞ്ചിൻ GE-F404 എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിൽപ്പെട്ട എഞ്ചിൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിലേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് HAL എത്തിയിട്ടുണ്ട് സാധനം. ഇത് നമ്പർ 1. പിന്നെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് TLMAL എന്നാണ് വിളിക്കുന്നത്, ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പം ഈ കമ്പനിയും ലോക്കിഡ് മാർട്ടിനുമായിട്ട് കൂടി ചേർന്ന് ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ച C-130J സൂപ്പർ ഹെർക്യുലസ് എയർക്രാഫ്റ്റ്, കാർഗോ എയർക്രാഫ്റ്റ് ആണ്. ഇത് പൂർണ്ണമായിട്ട് നിർമ്മിച്ച് ഇന്ത്യൻ എയർഫോഴ്സിന് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. ഇത് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് കമ്പനിയുടെ 250ാമത്തെ പ്രോജക്റ്റാണിത്. 250ാമത്തെ ഒരു കൺസൈൻമെൻറ്റ്. സാഗർ ഡിഫൻസ്, ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇവരെ ഒരു എക്സലൻ്റ് പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അൺമാൻഡ് ഫ്ലോട്ടിംഗ് സർഫസ് വെസൽ അതാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പരീക്ഷണം നടത്തി വിജയകരമായിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇത് ഇമാതിരിയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ നടക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ഇത് ശരിക്കും പൂനെയിൽ അവർ കൃത്യമായിട്ട് പരീക്ഷണം നടത്തി വിജയകരമാക്കിയിരിക്കുകയാണ്. അൺമാൻഡ് സർഫസ് വെസൽസ് അതാണ് മനസ്സിലാക്കേണ്ടത്. ഡ്രോൺ പോലെ തന്നെയുള്ള സംവിധാനമാണ്, പക്ഷെ അത് കടലിലാണെന്ന് മാത്രം. ഇത് ശരിക്കും ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ലിക്വിഡ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ടെക്നോളജി ട്രാൻസ്ഫർ സഹിതം നടത്തിയിട്ട് നിർമ്മിച്ചതാണ്, ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ചതാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഡിസംബർ 4-ാം തീയതിയാണ് ഇതിൻ്റെ പരീക്ഷണം നടത്തിയത് കേട്ടോ. അടുത്ത് തീർച്ചയായിട്ടും പുടിൻ റെഡ് കാർപ്പറ്റ് സ്വീകരണം കൊടുത്തത് തന്നെയാണ് വലിയ ഗ്ലോബൽ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കൊക്കെ റഷ്യയുമായിട്ട് എന്ത് ഡീലും ആവും, പക്ഷേ ഇന്ത്യക്ക് പാടില്ല. ആ ഒരു ഇരട്ടത്താപ്പാണ് ഇന്ത്യ ചോദ്യം ചെയ്തുകൊണ്ട് ഇത്രമാത്രം അമേരിക്കയ്ക്ക് എതിരെ നിലപാടെടുത്ത് നിൽക്കാനുള്ള ഒറ്റൊരു കാരണം മറ്റുള്ളവർക്കെല്ലാം ആവാം. ഇൻഫാക്റ്റ് ഉപരോധം കൽപ്പിക്കുന്ന അമേരിക്കയ്ക്ക് ആവാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? നമ്മളുടെ പൈസ മാത്രമാണോ ഈ യുദ്ധത്തിന് ഫ്യൂവൽ ആകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റും ഒരു നറേറ്റീവ്, ഒരു ഫാൾസ് നറേറ്റീവ് ഇന്ത്യക്കെതിരെ മുന്നോട്ട് വെച്ചത് അമേരിക്കയാണ്. അപ്പം അമേരിക്കയ്ക്ക് വഴങ്ങി ഇന്ത്യ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? അതിൻ്റെ മീനിങ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യയുടെ കാരണം കൊണ്ടാണ് യുദ്ധം നടക്കുന്നത് എന്നാവത്തില്ലേ? ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷനാണ് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ നിലപാട് വ്യക്തമാക്കി എടുത്തത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തിയാൽ എന്താണ് സംഭവിക്കുക? അതായത് യുദ്ധം നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവരുടെ നറേറ്റീവ് ശരിവെക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ. അതാണ് സത്യത്തിൽ നമ്മൾ വഴങ്ങാത്തത്. ഒന്നാമത്തെ കാരണം പറയും നീ യുദ്ധം നിർത്താതെയും യുദ്ധം നിർത്താതെ നമ്മളെ കൊണ്ട് മാത്രം, അതായത് ഇന്ത്യയുടെ ഫണ്ടിങ് നിർത്തിയത് കൊണ്ട് മാത്രമാണ് റഷ്യ യുദ്ധം നിർത്താൻ സമ്മതിച്ചത് എന്നുള്ള നറേറ്റീവ് അവർ സൃഷ്ടിക്കും. അത് മെയിനായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇതുപോലെ പല വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് നമ്മളുടെ കാരണം കൊണ്ടല്ല റഷ്യയും ഉക്രൈൻ യുദ്ധം നടത്തുന്നത്, പക്ഷേ ഇത് സംഭവിക്കാൻ പോകുന്ന അവസാനം ഇന്ത്യയുടെ ഫണ്ടിങ് നിന്നത് കൊണ്ടാണ്, ഇന്ത്യ എണ്ണ വാങ്ങിക്കൽ നിർത്തിയത് കൊണ്ടാണ് റഷ്യ യുദ്ധം നിർത്താൻ സമ്മതിച്ചത് എന്നുള്ള നറേറ്റീവ് ആയിരിക്കും പിന്നീട് വരുന്നത്. അതിനൊന്നും ഒരു സാധ്യതയും ഇന്ത്യ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ പ്രശ്നം. നമ്മളുടെ ഡിപ്ലോമാറ്റിക് ഇടപെടൽ ഇതൊക്കെ വളരെ ഹൈ ലെവലിൽ ഹൈ സ്റ്റാൻഡേർഡിലുള്ള ഡിപ്ലോമസിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ഇന്ത്യയുടെ ആ ഒരു ഡിപ്ലോമസിയെ. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ജസ്റ്റ് അമേരിക്കയോടൊപ്പം നിന്നാൽ പോരെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്നുള്ള നിലയിലുള്ള ഒരു പൊസിഷനാണ് എടുക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇവിടെ എടുക്കുന്നത് ഇന്ത്യയുടെ അഭിമാനം കൂടി ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഡിപ്ലോമസിയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ഇന്ത്യയുടെ മൾട്ടിലാറ്ററൽ വിട്ട് കളിക്കില്ല. അത് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇന്ത്യക്ക് എല്ലാവരും വേണം, പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. അല്ലാതെ ആജ്ഞാപനം, ഓർഡർ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കണം എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും ഇന്ത്യ എടുക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു മെസ്സേജാണ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്തത്. അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, ഗ്ലോബലി. അമേരിക്കയുടെ അടുത്ത് തന്നെ ഇന്ത്യ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അമേരിക്കയ്ക്ക് താഴെയുള്ള ഓരോരുത്തന്മാരുണ്ടല്ലോ, അവന്മാരൊക്കെ ഇനി വാല് പൊക്കാൻ കുറച്ച് മടിക്കും. നമ്മൾ ഉടനെ അമേരിക്കയ്ക്ക് മുട്ടുമടക്കിയിരുന്നുണ്ടെങ്കിൽ ഇനി മറ്റുള്ളവരല്ല, യൂറോപ്പെല്ലാം തുടങ്ങുമായിരുന്നു. അതിന് നമ്മൾ വെച്ചൊരു ഫുൾ സ്റ്റോപ്പാണിത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചെറിയ തോതിലുള്ള ചില ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, നമുക്കൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ നമ്മളിപ്പം കൃത്യമായിട്ട് നമ്മൾ കൈയടക്കിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇനിയാണോ മറ്റുള്ളവന്മാരെന്നുള്ള രീതിയിലുള്ള ആ ഒരു നറേറ്റീവ് ഇപ്പോൾ ഇന്ത്യ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനെന്താണ് കാരണം? നമ്മൾ തലയുയർത്തി നിന്നതുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം യോമാർ ആജീവനാന്ത് അങ്ങ് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അതുവരെ കാത്തിരിക്കണോ? പുടിനെ ഇന്ത്യക്ക് വിളിക്കാനും നമ്മളുടെ വ്യാപാര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ? ഇവരൊരിക്കലും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ യൂറോപ്പൊക്കെ 2027, 28, 29 ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ റഷ്യയുമായിട്ട് ചെയ്തിരുന്ന വ്യാപാര ബന്ധങ്ങൾക്കൊക്കെ എന്താണ് ഒരു അർത്ഥം? എന്താണ് നമ്മളുടെ ആ ഒരു ബെനിഫിറ്റ്? എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റ്? നമുക്ക് കിട്ടിയ സമയം നമ്മൾ കൃത്യമായിട്ട്
ഉപയോഗിക്കണം. അതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. S-500 ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടില്ല. ഇതെല്ലാം തന്നെ പ്രൈമറി സ്റ്റേജിൽ പുറത്തു വരുന്ന വാർത്തകളാണ്. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായിട്ട് ഈ വാർത്ത ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇന്ത്യ പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒറ്റൊരു കാര്യമാണ്. അത് ഇന്ത്യയുടെ മാർക്കറ്റ് റഷ്യക്കുള്ളിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം കൃത്യമായിട്ട് ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചാർട്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. ആ മാതൃകയിലുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ നടത്തിയത്. ഇതിനെക്കുറിച്ചുള്ള 2-3 വീഡിയോകൾ നമ്മൾ ഓൾറെഡി തന്നെ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ ആ ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് അത് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി എക്സ്പാൻഷൻ അതും ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സിവിൽ തലത്തിലും അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിലും 2 മേഖലയിലും കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇമ്പാക്ട് മോഡൽ, അതായത് മൊഡ്യൂലർ സെപ്പറേറ്റ് റെഡിമെയ്ഡ് മൊഡ്യൂൾസ് കൊണ്ട് ഫിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു എനർജി പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് റിമോട്ട് ഏരിയയിൽ വരെ നമുക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിലാണ്. അതായത് നമ്മളുടെ മിലിറ്ററി വെപ്പൺസ്, ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നമ്മൾ ഏതെങ്കിലും റിമോട്ട് ഏരിയയിൽ കൊണ്ട് വെക്കുന്നെങ്കിൽ അതിന് 24/7 കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു കോമ്പാക്ട് അഥവാ ഈ ഒരു മൊഡ്യൂലാർ ന്യൂക്ലിയർ പ്ലാന്റ് ഏത് റിമോട്ട് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് സ്ഥാപിച്ച് അതിന് സപ്ലൈ കൊടുത്ത് നമുക്ക് അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ മാതൃകയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പുടിൻ പറഞ്ഞിരിക്കുന്നത് റഷ്യ വിൽ ബി ദ റിലയബിൾ സപ്ലയർ ഓഫ് എനർജി ടു ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് എല്ലാ കാലത്തും ഒരു രീതിയിലുള്ള തടസ്സങ്ങളും കൂടാതെ എനർജി സപ്ലൈ ചെയ്യും റഷ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോവസേന എന്ന് പറഞ്ഞൊരു കമ്പനി, ഇതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ഇവർ റെയർ എർത്ത് എലമെന്റ്സ് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു റിഫൈനറി കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഫാസ്റ്റ് ഫോർവേഡിംഗ് ആയിട്ട് മുന്നോട്ട് പോവാണ്. അവരുടെ ലോ എല്ലാം തന്നെ അവർ അമെൻമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇന്ത്യക്കുള്ളിൽ ഇതേപോലെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട റിഫൈനറി പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബൈ ലോ അമെൻഡ് ചെയ്ത് എളുപ്പത്തിൽ ആക്കി തീർത്തിട്ടുണ്ട്. അതായത് നിയമത്തിന്റെ നൂലാമാലകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റെയർ എർത്ത് എലമെന്റ്സിലേക്ക് സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ പുഷ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 7000 കോടിയിലധികം ഫണ്ടിങ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ് സെക്കൻഡ് ഫേസിൽ. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. ഇനി നോവസേനയല്ല, പല കമ്പനികളും ഇങ്ങനെ റിപ്പോർട്ടുകൾ പറയും. കാരണം എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ ഇന്ത്യ ഓൾറെഡി തന്നെ 3rd പൊസിഷനിലാണ് ഉള്ളത് ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. കുറച്ചുകൂടെ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 to 5 ഇയേഴ്സിൽ ആ ഒരു അച്ചീവ്മെന്റ് സാധ്യമാണ്. അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും ഫിൻലാൻഡിന്റെ ഫോറിൻ അംബാസിഡറും ഇന്നലെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫിൻലാൻഡ് അംബാസിഡർ പറഞ്ഞത് ഞങ്ങൾ തീർച്ചയായിട്ടും തീവ്രവാദത്തിന് എതിരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫിൻലാൻഡാണ് 3 ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മ്യാൻമറിലെയും എംബസികൾ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഫിൻലാൻഡിന് ഇതിന് മുമ്പ് തന്നെ ഒരു താല്പര്യമുണ്ട് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ. അപ്പോൾ അത് തന്നെയാണ് കൃത്യമായിട്ട് ആ ഒരു ട്രാക്ക് റൂട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും നെതർലാൻഡും തമ്മിൽ ഇവ 13ാമത്തെ വട്ടമാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. ഇന്ത്യയും നെതർലാൻഡും തമ്മിൽ പല വിഷയങ്ങളിൽ പല എക്കണോമിക് ടൈസ്, അതേപോലെ ബിസിനസ് കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ 13th ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷനാണ് ഇന്നലെ നടന്നത്. അപ്പം അവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോണം, യൂറോപ്പ് ആയാലും ശരി തന്നെ ഇവരൊക്കെ ജോയിന്റ് ആയിട്ട് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യക്കെതിരെയൊക്കെ പറയുമെങ്കിലും പിന്നെ പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവരൊന്നും പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടിയല്ല ഇവർ ഇന്ത്യ അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ ഒരു സാഹചര്യം അതാണ് അവരെ ഇന്ത്യയോട് അടുപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും യൂറോപ്യൻസിനെ നമ്മൾ അങ്ങനെ താഴ്ത്തിക്കെട്ടുന്നൊന്നുമില്ല. നമ്മൾ പൊതുവിൽ പറയുകയാണ്, അവരുടെ ഒരു സ്വഭാവ രീതി അനുസരിച്ച് ഇന്ത്യക്കാരുടെ ആ ഒരു പഞ്ച്വാലിറ്റി, അതേപോലെ ഇന്ത്യയുടെ ആ ഒരു റിലാക്സിങ് മൈൻഡ് സെറ്റ്, കുറച്ച് ഡിസിപ്ലിൻ ഇല്ലായ്മ, ഇതെല്ലാം തന്നെ അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷേ അവർ ഇപ്പം നാച്ചുറലി അതിലോട്ട് അഡോപ്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കിപ്പം അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് ഫോർവേഡായിട്ട് മൂവ് ആകുന്ന ഒരു എക്കോണമിയിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പം ചൈനയെ അവർക്ക് വിശ്വാസമില്ല എന്നായി. ചൈനയാണെങ്കിൽ കൂടുതൽ എക്സ്പോർട്ട് നടത്തുന്ന ഒരു രാജ്യമാണ്. അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെയാണ് മാക്സിമം മാനുഫാക്ചറിങ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്കുള്ളിൽ സ്കോപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ആണെങ്കിൽ ഇപ്പം നിലവിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള ഡെഫിസിറ്റ് ഉള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയെ എക്സ്പോർട്ടിൽ തന്നെ നിലനിർത്താം എന്നാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അതിലവർ പരാജയപ്പെടുകയാണ്. ഇന്ത്യ ആണെങ്കിൽ ഇപ്പം നിലവിൽ കൂടുതൽ ഇമ്പോർട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അതിൽ മേജർ പോർഷൻ ഈ ഒരു എനർജിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്ന ഒരു 5 or 6 അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് ഒരു നിർണായകമായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സോളാർ അഥവാ മറ്റുള്ള എനർജി മേഖലകളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, ഇലക്ട്രിക് വാഹനങ്ങൾ പോലത്തെ കാര്യങ്ങൾ, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് മാർഗ്ഗങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ളിൽ ഈ എണ്ണയുടെ ആവശ്യം നമുക്ക്
ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്ത്യ കുറച്ചുകൂടെ മുന്നോട്ട് വരിക. അപ്പോൾ നമ്മൾ എത്രയും വേഗം അതിലോട്ട് അടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നോട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വളർച്ചയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് 10 പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ പല ടെക്നോളജിയും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ പല കമ്പനികൾക്കും ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങാം. അതേപോലെ തന്നെ ഇതിന്റെ പല സ്പെയർ പാർട്സുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമഗ്രികളെല്ലാം തന്നെ അവരുടെ കയ്യിൽ ഓൾറെഡി അവർക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ രാജ്യത്ത് അത് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ അവരുടെ രാജ്യത്തിന് 10 പേർക്ക് ജോലി കൊടുക്കാം. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ ഇന്ത്യയുമായിട്ട് ഇപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ നമ്മളിത് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ ഇന്നലെ നമ്മൾ ഒമാനുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. 14ാമത്തെ സ്ട്രാറ്റജിക് കൺസൾട്ടേഷനാണ് ഇത്. ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ എന്നുള്ള നിലയിലുള്ള മീറ്റിംഗ് തന്നെയാണ് 14ാമത് മീറ്റിംഗ്. പിന്നെ ഒമാനുമായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ വലിയ നെഗോസിയേഷൻസോ ഒന്നും തന്നെ ഇല്ല. കാരണം അവിടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ടൈം ടു ടൈം നമ്മൾ നടത്തുന്ന ഒരു റെഗുലർ മീറ്റിംഗ് ആണ്. പക്ഷേ എന്നാൽ അവിടെയും ഒരുപാട് വിഷയങ്ങൾ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള എഗ്രിമെൻറ്റുകൾക്കെല്ലാം ധാരണയായിട്ടുണ്ട് അവിടെയും. അപ്പം കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.